പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൂതൻ ആദ്യമായിട്ട് അമ്മയോട് പറയുന്ന വാക്യം ഇതാണ്: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. കൃപ നിറഞ്ഞവരാണോ നമ്മൾ എന്ന് ആത്മശോധന ചെയ്യുന്നല്ലതാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനോട് ചേർന്ന് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന വ്യക്തികളാണോ നമ്മൾ ഓരോരുത്തരും? അതുകൊണ്ടാണ് നിരവധി സ്ത്രീകളുണ്ടായിട്ട് ഈ അമ്മയെ തന്നെ തൻ്റെ മകന്റെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ അമ്മ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൃപ നിറഞ്ഞ വ്യക്തികളാകുമ്പോൾ അവരിലൂടെ കർത്താവ് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ, നിരവധി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് അരൂപി ലഭിക്കാത്തത്, ദൈവത്തിന്റെ വരം ലഭിക്കാതെ പോകുന്നത്, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കാതെ പോകുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട്, മാനുഷികമായിട്ടുള്ള ഉന്നമനങ്ങളൊക്കെ അമ്മ മറക്കുകയാണ് ദൈവഹിതത്തിന് വേണ്ടി. നമ്മളാണെങ്കിലും ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനൊരു അവസ്ഥ വന്നു, ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകും, ദൂതൻ വന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറയാം, അയലോകക്കാരെന്ത് പറയാവോ, എൻ്റെ ചേട്ടൻ എന്ത് പറയാവോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള വ്യക്തികൾ എന്താണോ പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയും എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിശ്വസിക്കാവോ. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങും. പരിശുദ്ധ അമ്മ മനുഷ്യനെ കുറിച്ചല്ല ചിന്തിച്ചത്, ദൈവത്തെ കുറിച്ചാണ് ചിന്തിച്ചു കൂട്ടിയത്. തനിക്ക് കിട്ടിയ ഭാഗ്യത്തെ കുറിച്ചാണ്, ദൈവാനുഗ്രഹത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന എപ്പോഴാ? ദൈവകൃപ നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമാണ്. കാരണം അവർക്ക് ദൈവത്തെയാണ് പ്രചോദിപ്പിക്കേണ്ടത്, ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, മനുഷ്യരെയല്ല അവർ മഹത്വപ്പെടുത്തുക. പരിശുദ്ധമ്മ മഹത്വപ്പെടുത്തിയത് ദൈവത്തെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണോ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവരാണോ നമ്മൾ ചിന്തിക്കുക. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ദൈവത്തോടുള്ള ആ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്നു, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥന ഒളിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ ജപമാല നമ്മൾ എടുക്കാതെ മാറ്റിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നാൽ പരിശുദ്ധ അമ്മ ചെയ്തത് എന്താണ് ചെയ്തത്? മനുഷ്യരെയല്ല, മനുഷ്യരുടെ വാക്ക് കേൾക്കാനല്ല, മനുഷ്യരുടെ കൺഗ്രാജുലേഷൻ അഭിനന്ദനങ്ങൾ കേൾക്കാനല്ല, ദൈവത്തിന്റെ ഹിതത്തിന് യെസ് പറയുക. എന്തുണ്ടായിക്കോട്ടെ, എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും. മനുഷ്യനിങ്ങനെയൊക്കെ പറയും, പക്ഷേ അതിനപ്പുറം ദൈവം എന്നെ കൈപിടിച്ചുയർത്തുമെന്നുള്ള ചിന്ത. മൂന്നാമതായിട്ട്, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാൻ ദൈവമാതാവാണ്, ഞാൻ വലിയൊരാളാണ്. അങ്ങനെ ഒരു ചിന്ത അമ്മയ്ക്കുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. അമ്മ എളിമപ്പെട്ട് തന്നെ ജീവിക്കുക. പിന്നെ എന്തിനാ അമ്മ ഓടുക? എലിസബത്തിന്റെ ഭവനത്തിലേക്ക്, എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക്, താൻ തൻ്റെ മകന് പഠിപ്പിക്കേണ്ട വലിയ പാഠങ്ങള് തൻ്റെ ഉദരത്തിൽ തന്നെ കിടത്തി തൻ്റെ അമ്മ മകനെ പഠിപ്പിക്കുക. ശുശ്രൂഷയാണ്, നീയും ഇതിനു വേണ്ടി തന്നെ ഇറങ്ങുകയാണ് എന്നുള്ള വലിയൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ അമ്മ ഇറങ്ങുകയാണ്. അഹങ്കാരങ്ങൾ മാറ്റിവെക്കാൻ. നമ്മൾക്കൊക്കെ പണം ഉണ്ടാകാം, പ്രതാപം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ എൻ്റെ ജീവിതം ശുശ്രൂഷയ്ക്കുള്ളതാണ്, ദൈവം തന്ന ദാനങ്ങളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴേക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ വലുതാണ്, ഞാൻ ചില കഴിവുകൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ ഒരു നിമിഷം മതിയിട്ടാണ്. എല്ലാം ഒരു നിമിഷം മതി. എന്ത് കാര്യമായാലും ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, തകർന്ന് താഴെ വീഴാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ഉള്ള സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ ഈ അമലോത്ഭവ തിരുനാൾ ദിവസം ഞാൻ അമ്മയിൽ നിന്ന് പകർത്തിയെടുക്കാൻ, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കട്ടെ.